ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുംസ് വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ഫ്രൈ. നമ്മളിവിടെ 1 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ള ചെമ്മീനാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇടുന്നത് 1.5 ടേബിൾ സ്പൂൺ. ഇത് നല്ല എരിവുള്ള മുളകാണ്. ഇത് എരിവ് കുറഞ്ഞതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ഇടാം. ഓക്കെ. അത് കഴിഞ്ഞ് അതിലിടുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതേപോലെ ഒരു 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി കഷ്ണം നന്നായി ചതച്ചത്. പിന്നെ ഇതിൽ ഒഴിക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 3 വലിയ കഷ്ണം കൊടപ്പുളി 1 കപ്പ് വെള്ളത്തിൽ. അതാണ് ഇതിൽ ഒഴിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് തീ ഓണാക്കാം. ഇനി നമുക്കത് നന്നായി തിളച്ചതിൻ്റെ ശേഷം നമുക്കത് മൂടി വയ്ക്കാം. അതായത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം 1 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. അതേമാതിരി തന്നെ 1 ടീസ്പൂൺ ഫുള്ളായിട്ടാണ് നമ്മൾ ഉപ്പ് ഇടുന്നത്. ബാക്കി ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിടാം. നമ്മൾ നന്നായിട്ട് ഇളക്കി വയ്ക്കും. നന്നായി ഇളക്കി ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം നമുക്കത് മൂടി വയ്ക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലാകുമ്പോൾ അത് കിടന്ന് വേവട്ടെ. നമുക്ക് ഏകദേശം ഒരു 10 to 15 മിനിറ്റ് അത് കിടന്ന് വേവട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയാക്കി. ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ചെമ്മീനൊക്കെ നന്നായി വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ കൂട്ടിയിടാം. തീ കൂട്ടിയിട്ട് ഇത് വറ്റിക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നന്നായി ഇളക്കിയിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാണ്ടിരിക്കാൻ. ഈ സമയത്ത് നമ്മൾ പുളിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് പുളി കൂടുതലുണ്ടെങ്കിൽ മാറ്റണം. ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ നമുക്ക് പുളി നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുളി നമ്മൾ ഇടുന്നിട്ട് മാറ്റിയാണ് കേട്ടോ. 2 പീസ് പുളിയാണ് ഞാൻ മാറ്റുന്നത്. 1 പീസ് പുളിയല്ലേ ഇടുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ തീ കൂട്ടിയിട്ടിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് കുറച്ചും വെളിച്ചെണ്ണ വയ്ക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണിന് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് തീ കുറച്ചിട്ടാൽ മതി. മീഡിയം ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് നന്നായി ഫ്രൈ ചെയ്യാം. ഓക്കെ. നന്നായി ഇളക്കി ഒഴിപ്പിച്ച് ഫ്രൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള പരിപാടി. ഇത് പഴയൊരു റെസിപ്പിയാണ്. എൻ്റെ അമ്മാമ്മ അച്ചാച്ചൻ ഉണ്ടാക്കി കൊടുത്തിരുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ. അത് നമുക്ക് ഇനി കഴിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്യാം. കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാൻ 100% ഉറപ്പ് പറയുന്നു, ഇത് അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. അതായത് വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക. ഓക്കെ. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.